വെൽക്കം ടു ഗ്രാഫിക്സ് ഡേ. ഇന്ന് നമ്മൾ ഡിസംബർ 2025 മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. A cylinder of base diameter 40 mm and axis length 55 mm is placed centrally on top surface of the square plate with side 55 mm into 55 mm and thickness of 18 mm. Draw the isometric view of the combination of solid. Isometric view ആണ് ചോദിക്കുന്നത്. സോ നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. എല്ലാം നമ്മൾ ഒറിജിനൽ ലെങ്ത്തിൽ തന്നെ എല്ലാം വരച്ചാൽ മതി. നമുക്കിതിൻ്റെ ഗിവൺ പാർട്ട് വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സിലിണ്ടർ ഒരു സ്ക്വയർ പ്ലേറ്റ് മേലെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കതൊരു റഫ് ഡ്രോയിങ് വരയ്ക്കാം, എന്നിട്ട് നമുക്ക് ഒറിജിനൽ ഡ്രോയിങ് പോകാം. സോ ഇതാണ് സ്ക്വയർ പ്ലേറ്റ്. ഇതിൻ്റെ ഈ സൈഡിലത്തെ ലെങ്ത്തിനെയാണ് 55 എന്ന് പറയുക. തിക്നെസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തിനാണ് കേട്ടോ. ഈ ഭാഗമാണ് തിക്നെസ്. ഇത് 18 mm. സോ ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഇതാണ് ടോപ്പ് വ്യൂ. ഓക്കെ, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് സ്ക്വയർ ആയിട്ട് കാണുന്നുള്ളൂ. അതിന് ഫ്രണ്ട് വ്യൂ എന്ന് നോക്കുമ്പോൾ ഇതുമാണ് നമുക്ക് കാണുന്നത്. സോ ഇതിന് പ്ലോട്ട് ചെയ്യാം റഫ് ഡ്രോയിങ്ങിലായിട്ട്. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക. ഇതായിരിക്കും നമ്മുടെ ടോപ്പ് വ്യൂ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇതിന് മേലെ ഒരു സിലിണ്ടർ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഒരു സിലിണ്ടർ വരയ്ക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ റഫ് ഡ്രോയിങ്. ഇതിനാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സിലിണ്ടർ. ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്, അതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ കാണുക, ഈ ഭാഗം, അതാണ് നമ്മളിവിടെയും വരച്ചിരിക്കുന്നത്. ഒരു XY ലൈൻ വരയ്ക്കാം. ഇനി സ്ക്വയർ 55 mm വരയ്ക്കണം. ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇവിടേക്കൊന്ന് ലൈൻ വരയ്ക്കുക. ഇനി ഇതിൻ്റെ തിക്നെസ് വരയ്ക്കണം. അത് 18 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1.8 cm നമ്മളൊരു തിക്നെസ് ആയിട്ട് ഒരു റെക്റ്റാങ്കിളായിരിക്കും വരയ്ക്കുക. ഇനി ഈ സ്ക്വയറുടെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഇവിടെ സിലിണ്ടറുടെ ഡയമീറ്റർ 40 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 20 mm റേഡിയസിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ഇനി സിലിണ്ടറിൻ്റെ മേൽഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ സർക്കിളിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എക്സ്റ്റൻഷൻ ലൈൻ മേലേക്ക് കൊടുക്കണം. ആക്സിസ് മാർക്ക് ചെയ്യണം. ആക്സിസ് ലെങ്ത് പറഞ്ഞിരിക്കുന്നത് ആക്സിസ് ലെങ്ത് 55 mm ആണ്. സോ അത് മാർക്ക് ചെയ്യണം. നമുക്കിനി നെയിമിങ് ചെയ്യാം. A, B, C, D. നമുക്കിനി ഇതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കാം. അതിനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊട്രാക്ടറിൽ 30 ഡിഗ്രി മാർക്ക് ചെയ്യുക രണ്ട് സൈഡിൽ നിന്നും. എന്നിട്ടൊരു ലൈൻ വരയ്ക്കുക രണ്ട് ഭാഗത്തേക്കും. ഇനി നമ്മൾ ഇവിടുന്ന് ലെങ്ത് മെഷർ ചെയ്യുക. ഇനി നമ്മൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എടുക്കുക. ഐസോമെട്രിക് വ്യൂ ആയ കാരണമാണ് നമ്മൾ ഒറിജിനൽ ഡിസ്റ്റൻസിന് എടുക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസ് എടുത്ത് ഈ പോയിന്റിൽ മാർക്ക് ചെയ്യുക. ഈ പോയിൻ്റ് പേര് A ആണ്. നമ്മൾ ഇവിടുന്ന് ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത കാരണം B ആയിരിക്കും ഇത്. നമ്മളിവിടെ റൈറ്റ് സൈഡിലേക്ക് ഡിസ്റ്റൻസ് എടുത്ത കാരണമാണ് ഇവിടെയും നമ്മൾ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്തത്. A to D ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടേക്ക് ജോയിൻ ചെയ്യാം. D to C ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. B to C ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ പോയിൻ്റ് ആയിരിക്കും C. നമ്മളിത് ജോയിൻ ചെയ്യണം. നമ്മളിപ്പോൾ ഈ സ്ക്വയർ പ്ലേറ്റ് ബേസ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ തിക്നെസ്സും കൂടി വരയ്ക്കണം. അതിനായിട്ട് ഇനി എല്ലാ കോർണേഴ്സിനും പെർപെൻഡിക്കുലറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ചെറിയ ലൈൻ വരയ്ക്കുക. ഇനി ഈ തിക്നെസ് നമുക്ക് മെഷർ ചെയ്യാം. എന്നിട്ട് ഈ ഓരോ കോർണറിനും ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ആർക്കും ജോയിൻ ചെയ്യുക. നമ്മുടെ സ്ക്വയർ പ്ലേറ്റ് നമുക്ക് കിട്ടി. നമുക്കിനി സിലിണ്ടർ വരയ്ക്കണം. സോ അതിൻ്റെ ബേസ് ഇവിടെ വരയ്ക്കണം വെച്ചാൽ ആദ്യം ഈ സ്ക്വയർ പ്ലേറ്റിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. സോ നമ്മളിവിടെ സ്ക്വയറിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ സിലിണ്ടറിൻ്റെ ഈ ബേസ് കണ്ടുപിടിക്കണം. സോ നമുക്ക് റേഡിയസ് ഒന്ന് മെഷർ ചെയ്യാം. ഈ സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്തിട്ട് ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടേക്കൊരു ഈ ലൈൻസിക്ക് കേട്ടോ, ഈ ലൈൻസിക്ക് നമ്മൾ മാർക്ക് ചെയ്യണം.
ഇനി ഈ ഓരോ പോയിൻറ്റ്സും നമ്മൾ ഈ വരച്ച ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് പാരലായി ഒരു ലൈനും കൂടി വരയ്ക്കുക. ഈ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമ്മൾ 4 സെൻറ്റർ മെത്തേഡ് വഴിയാണ് ഈ സർക്കിൾ കണ്ടുപിടിക്കുന്നത്. സോ ഇങ്ങനെയൊരു പോയിൻ്റ് നമുക്ക് ഇങ്ങനെയൊരു സ്ക്വയർ കിട്ടിയല്ലോ, ഇന്നർ സ്ക്വയർ. ഇനി ഈ ഭാഗത്തുനിന്ന് ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അടുത്തത് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പോയിൻറ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ ഇവിടെ നിന്ന് ഇവിടേക്കും വരയ്ക്കുക. സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് വരച്ചിട്ടുണ്ടായിരുന്നില്ല ഈ 2 പോയിൻറ്റ്സ്. ഇവിടെ നമ്മൾ കോമ്പസ് വെച്ച് ഈ പോയിൻറ്റിൽ ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കണം, കട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായി ഈ കോർണറിൽ നിന്ന് ഈ 2 ഭാഗത്തേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഇനി ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഈ ഓപ്പോസിറ്റ് പോയിൻറ്റിൽ നിന്ന് പിന്നെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ സ്ക്വയറിൻ്റെ ഈ ചെറിയ സ്ക്വയറിൻ്റെ ഓരോ കോർണറിനും 55ക്ക് നമ്മൾ ലെങ്ത്തിക്ക് പെർപെൻഡിക്കുലറായി ലൈൻ വരയ്ക്കുക. ഇനി 55 മില്ലിമീറ്ററായ എല്ലാ ലൈനും ഒരുമിച്ച് ജോയിൻ ചെയ്യണം. ഇനി ഈ മേലത്തെ സ്ക്വയറിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെയൊക്കെ ഇതും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ സ്ക്വയറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഇനി 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് ഇവിടെ നിന്ന് ഇവിടേക്കൊരു ലൈൻ വരയ്ക്കുക, ഇവിടേക്കൊരു ലൈൻ വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായ ഈ ഭാഗത്തുനിന്ന് ഇവിടേക്കും ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് ഇവിടേക്ക് വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ആർക്ക് ജോയിൻ ചെയ്യാം. നമുക്കിപ്പോൾ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും കിട്ടി സിലിണ്ടറിൻ്റെ. ഇനി ഈ പാർട്ടും ഉണ്ടല്ലോ, ഇത് രണ്ടും ജോയിൻ ചെയ്യുക. ഇനി ഈ പോയിൻറ്റും ജോയിൻ ചെയ്യുക. നമ്മുടെ സിലിണ്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ഈ ലൈൻസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഈ സ്ക്വയറൊക്കെ ഒരു റിഫറൻസ് സ്ക്വയറാണ്. സോ ഇതൊക്കെ നമ്മൾ നല്ല ലൈറ്റായിട്ട് വേണം റബ്ബ് ചെയ്യാൻ. ഫുള്ളി റബ്ബ് ചെയ്യാൻ പാടില്ല, ലൈറ്റായിട്ട് കാണണം. സോ ഇനി നമുക്ക് എല്ലാത്തിനും ഡയമെൻഷൻസ് എഴുതണം. പിന്നെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ റബ്ബ് ചെയ്യണം. ഓൺലി സിലിണ്ടറും ഈ സ്ക്വയർ പ്ലേറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് ഹിഡൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. സോ ഈ ഭാഗമൊക്കെ ഹിഡൻ പോയിൻറ്റ്സ് ആയിട്ടും വരിക. അത് ഡോട്ടഡ് ലൈനായിട്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. സോ പറഞ്ഞ പോലെ ഈ ലൈൻസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ റെഫറൻസിന് വരച്ച ഈ സ്ക്വയേഴ്സൊക്കെ ലൈറ്റായിട്ട് റബ്ബ് ചെയ്യാൻ പാടുള്ളൂ, ഫുള്ളി റബ്ബ് ചെയ്യാൻ പാടില്ല. നമ്മളത് വരച്ചു എന്ന് അറിയണം. പിന്നെ എല്ലാത്തിനും ഡയമെൻഷൻസ് വരയ്ക്കുക. ഓൾ ഡയമെൻഷൻസ് അറിയാൻ മില്ലിമീറ്റർ എന്ന് എഴുതണം, മറക്കരുത്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.